മാസ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 9 നടന്നിട്ടുള്ള NMMS പരീക്ഷയുടെ സാറ്റ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുട്ടികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പക്ഷെ എങ്കിലും അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് മിടുക്കരായ നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള പഠനത്തിന് അത് ഏറെ സഹായിക്കും. അതുകൊണ്ട് അതിൻ്റെ എളുപ്പ വഴിയിലൂടെ ആ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സിലെ പുതിയ ടിപ്സ് ട്രിക്സ് ഒക്കെ ഓരോ സമയത്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, സമയം കളയാതെ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. 71ാമത്തെ ചോദ്യമാണ് ആദ്യം പറയുന്നത്. 33 ആൾക്കാർ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അങ്ങനെയെങ്കിൽ 15 ആൾക്കാർ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ നമ്മളിവിടെ ആകെ ജോലിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് 33 × 10 ആയിരിക്കും. ആ ആകെ ജോലിയെ നമ്മൾ 15 ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ജോലിയെ 15 പേരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ എത്ര ദിവസം നിന്നാൽ ആളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 33 × 10/15. നമുക്ക് 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. 33 3 11 തവണ പോവും. അപ്പോൾ നമുക്ക് 11 × 2 = 22 എന്ന് ഉത്തരം കിട്ടും. ആകെ ജോലി കണ്ടുപിടിക്കുക. അതുകൊണ്ട് രണ്ടാമത് ചെയ്യേണ്ട ആൾക്കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അതിൻ്റെ ആൻസർ. 72ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളുണ്ട് എന്നുള്ളതാണ്. ചെസ് ബോർഡ് നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്ക് ഇവിടെ 8 ഇതേപോലെയില്ല 8 കളങ്ങൾ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും 8 8 8 8 ഈ തരത്തിലുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ 1 2 3 4 സ്ക്വയറുകളുടെ എണ്ണം കാണാൻ നമുക്കറിയാം. ഇങ്ങനെ ഇവിടെ 8 എണ്ണം വരും. അപ്പോൾ ഇവിടെ എല്ലാം സ്ക്വയറുകൾ കൂട്ടുന്നതാണ് ആകെ സമചതുരങ്ങളുടെ സ്ക്വയറുകളുടെ എണ്ണം. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് ഇങ്ങനെ കൂട്ടി പോയി ലാസ്റ്റിൽ 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 4 പ്ലസ് 9 ഇങ്ങനെ കൂട്ടി പോയി 64 എന്ന് നമ്മൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 204 എന്ന ആൻസർ കിട്ടും. 204 എന്നുള്ള ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്യാതെയുള്ള സ്ക്വയറുകളുടെ സമ്മിന് ഒരു എളുപ്പ വഴിയുണ്ട്. ആകെ 8 എണ്ണമാണ് ഇങ്ങോട്ട് കളങ്ങൾ വരുന്നത്. അപ്പോൾ 8 × 9 ഈ 8 9 കൂട്ടുക /6. ഈ ഫോർമുല അറിഞ്ഞാൽ, അതായത് 8 × 9 × 8 + 9 ഇത് രണ്ടും കൂടെ കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 8 × 9 × 17 /6. 8നെ നമ്മൾക്ക് 2 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 4 കിട്ടും. 6നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 3 കിട്ടും. 3നെ 9ൽ കട്ട് ചെയ്താൽ നമുക്ക് 3 കിട്ടും. 4 × 3 അപ്പോൾ നമുക്ക് വരും 4 × 3 × 17 നമുക്ക് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും 204. ഈ എളുപ്പവഴി അറിയുന്നവർക്ക് ഈ രീതി ചെയ്യാം. അല്ലെങ്കിൽ ഓരോന്നിനും സ്ക്വയർ കണ്ട് കൂട്ടി ചെയ്താൽ ആൻസർ കിട്ടും. 73ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 73ാമത്തെ ചോദ്യം പറയുന്നത് 999/1/2, 999 1/4, 999 1/8 -999 7/8 എന്നാണ്. ആദ്യം ആ ഭിന്നസംഖ്യകളുടെ ഓപ്പറേഷൻ ആദ്യം ചെയ്യുക. 1/2 ആദ്യത്തേത്, പിന്നെ 1/4 1/8. ഇതിങ്ങനെ മുകളിലെല്ലാം 1 വരികയും താഴെ 2 4 8 എന്ന് വരികയും ചെയ്താൽ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഇവിടെ തുക നമ്മൾക്ക് അറിയാൻ പറ്റും. 8 ന്ന് 1 കുറച്ചാൽ 7 /8 ആണ് ഈ സീരീസിൻ്റെ തുക വരിക. 7/8 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ LC എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7/8 കിട്ടും. അതിൽ നിന്ന് നമ്മൾ കുറക്കേണ്ടതിൽ -999 7/8 ഉണ്ട്. അപ്പോൾ ഈ 7/8 നിന്ന് നമ്മളുടെ ഈ 7/8 നിന്ന് നമ്മുടെ ചോദ്യത്തിൽ കുറക്കേണ്ട ഫ്രാക്ഷൻ 7/8 ആണ്. അത് കുറച്ചാൽ നമുക്കത് 0 കിട്ടും. അപ്പോൾ പിന്നെ ബാക്കി എന്തേ വരുന്നുള്ളൂ? 999 999
999 മൈനസ് 999. ഇതിൻ്റെ കൂടെയുള്ള ഭിന്നങ്ങളെയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ 990 999 കട്ടാവും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഓപ്ഷൻ ഇതിൽ കാണുന്ന ഓപ്ഷൻ ഡി 1998 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, 74ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. 0.5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.25 ആണ് വരിക. റൂട്ട് അടുത്തത് 0.04 എന്ന് പറഞ്ഞാൽ 0.2 വരും. 1/3 നമ്മൾ 2 ഡെസിമലിൽ എഴുതിയാൽ 0.33 ഇങ്ങനെ കൂടി അങ്ങനെയാണ് പോവുക. പിന്നെ ലാസ്റ്റിലെത്തത് വരുന്നത് നമുക്ക് റൂട്ട് ഓഫ് 0.0361 361 19ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും, നമുക്ക് ഉത്തരം 0.19 കിട്ടും. അവിടെ 4 ഡെസിമൽ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും ചെറുത് ഏത് നോക്കിയാൽ മതി. ഏറ്റവും ചെറുത് 0.19 ആൻസർ കിട്ടുന്നതാണ്. അതായത് 4ാമത്തേതാണ് അതിൻ്റെ ഉത്തരം. റൂട്ട് ഓഫ് 0.0361 ഏറ്റവും ചെറുതായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി 75ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 75ാമത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറയാം. നോക്കൂ, ഇവിടെ നമുക്ക് ഇതേപോലെ ചിത്രം തന്നിട്ട് നമുക്ക് ഒരു ഒറ്റഗണിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 8 വശങ്ങളുള്ള ഒരു രൂപമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 8 വശങ്ങളുള്ള രൂപം നോക്കൂ. ഇത് ഏകദേശം ഒരു ചിത്രം ഞാൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ 8 സൈഡുള്ളതുണ്ട്. അപ്പോൾ 8 സൈഡുള്ളതിൻ്റെ ചുറ്റളവ് 8ആണ്. ഈ 8 സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. അപ്പോൾ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. കറക്റ്റ്. ഇത് 1 വരുമ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒക്ടഗണാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആകെ ഒക്ടഗണിൻ്റെ കോണുകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് ഒരു കോണിൻ്റെ തുകയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു കോണിൻ്റെ തുക, ഒരു കോൺ നമുക്ക് 135 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. കാരണം നമ്മൾക്ക് ഫോർമുല അറിയാം. n-2 × 180 എന്ന് പറയുന്ന ഫോർമുല പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആകെയുള്ള കോണുകളുടെ എണ്ണം കിട്ടും. n-2 × 180 അല്ലെങ്കിൽ n-4 × 90 ഏതെങ്കിലും ഒരു ഫോർമുലയിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 8 സൈഡായാൽ, അപ്പോൾ 8ന്ന് 2 പോയാൽ 6 × 180 നമുക്ക് 1080 കിട്ടും. 1080 8 കോണുകളുടെ തുകയാണ്. അപ്പോൾ അതിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 135 ഡിഗ്രി കിട്ടും ഒരു കോൺ. അപ്പോൾ ഇത് 135 ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തത് 45 വരും. ഇത് 135 ആയതുകൊണ്ട് ഇതും 45 വരും. അപ്പോൾ ഈ സൈഡിലുള്ള ഈ ട്രയാങ്കിൾ മാത്രം ഞാനിവിടെ മാറ്റി വരക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് 45 വരും. അതേപോലെ ഇതും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഡിഗ്രി വരുമല്ലോ. അപ്പോൾ ആ തരത്തിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഒരു മട്ടത്രികോണമാണിത്. അതിൻ്റെ ഈ ഒരു സൈഡാണ് നമുക്കിപ്പോൾ 1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ അതിൻ്റെ സൈഡിൻ്റെ അളവ് വരൽ 1/√2 ആണ്. അതായത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസിന, അതായത് കർണത്തിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മളതിൻ്റെ ഫോർമുല പറയുമ്പം 45 90 വരൽ ഹൈപ്പോട്ടന്യൂസ് √2 ആണ് വരിക. അപ്പോൾ ഈ സൈഡ് വരൽ 1/√2, ഇതും വരിക 1/√2. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടൽ 1/√2 പ്ലസ് 1/√2 ആണ്. അപ്പോൾ 1/√2 കൂട്ടി നമുക്ക് 2/√2 കിട്ടും. 2/√2നെ നമുക്കറിയാം. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × √2 എന്ന് എഴുതാൻ പറ്റും /√2. ഈ √2 കട്ട് ചെയ്താൽ നമുക്ക് കിട്ടും √2. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾക്ക് കിട്ടും. നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് √2 കിട്ടും. അതായത് ഈ സൈഡും കൂട്ടിയാൽ √2. അതുപോലെ ഈ സൈഡും √2, ഇതും √2, ഇതും √2. അപ്പോൾ എത്ര √2? 4 √2 വരും. അപ്പോൾ ആ 4 √2ൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് എത്ര വരും നോക്കിയാൽ ഇതും കൂട്ടിയിട്ട് എല്ലാ ഭാഗത്തുള്ള കൂട്ടിയിട്ടാണ് നമുക്ക് 4 √2 കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഈ സ്ക്വയറിൻ്റെ
പെരിമീറ്റർ കാണാൻ ഈ സൈഡിൻ്റെ നീളം അറിയണം. ഈ സൈഡിൻ്റെ നീളം ഇത് 1 നമുക്കറിയാം. ഇത് 1, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ എത്ര വരും? ഇത് 4, 1 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 4√2 + 4, അല്ലെങ്കിൽ ഓപ്ഷൻ സി 4 + 4√2 എന്നാണ് അതിൻ്റെ വരിക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. 76ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. 76ാമത്തെ ചോദ്യം. മാങ്ങയുടെ വില 15% കുറഞ്ഞപ്പോൾ അവയുടെ ആവശ്യകത 20% വർദ്ധിച്ചു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഫലമായി വരുന്ന ലാഭം നഷ്ടം എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാങ്ങയുടെ വില 100 രൂപ ആണെന്ന് കരുതുക. 100 രൂപയാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് എത്രയാണ്? 15% വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 85/100 ആവും. അപ്പോൾ 100ൻ്റെ 85/100 അപ്പോൾ 15% കുറഞ്ഞപ്പോഴുള്ള വില. അപ്പോൾ എന്തായി? ഡിമാൻഡ് കൂടി. എന്താണ്? 20% ഡിമാൻഡ് വർദ്ധിച്ചു. നേരത്തെ ഉണ്ടായ ഡിമാൻഡ് 100% ആണെങ്കിൽ ഡിമാൻഡ് 20% വർദ്ധിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 120/100 ആവശ്യക്കാരുടെ എണ്ണം നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഈ 0 കട്ട് ചെയ്യാം, ഈ 0 കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്നത് നോക്കിക്കോളൂ. ഈ 10ൽ നമുക്ക് എത്ര അറിയാം? 5. നമുക്ക് 2 5 ഉണ്ട്. 85ൽ 17 5 ഉണ്ട്. ഈ 2 12ൽ 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 17 × 6 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 102 കിട്ടുന്നത്. നോക്കുക, ആദ്യം ഉണ്ടായ വില 100 രൂപയാണ്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ അല്ലേ, ഇത് കുറഞ്ഞ് പിന്നെ ആവശ്യക്കാർ കൂടിയപ്പോൾ എത്ര കിട്ടി? 102 രൂപ കിട്ടി. അപ്പോൾ 2 രൂപ അവിടെ എന്താ? 2% നമുക്ക് ലാഭമാണ് ആൻസർ വരിക. 2% ലാഭം. 102 ആയതുകൊണ്ടാണ് 2% ലാഭം. 98 കിട്ടിയെങ്കിൽ 2% നഷ്ടമായിരിക്കും. കാരണം നമ്മൾ 100 രൂപയാണ് ആദ്യത്തെ വിലയായിട്ട് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് 77ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അത് പല കുട്ടികളെയും ഒരു പ്രയാസത്തിലാക്കിയിട്ടുള്ള ചോദ്യമായിരിക്കും. ഉത്തരം അറിയാത്തത് കൊണ്ടല്ല, 130 തവണ 1കൾ ആവർത്തിച്ചു ആ പുസ്തകത്തിൻ്റെ പേജ് നമ്പറുകളിൽ. അപ്പോൾ എത്ര പേജ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് 1 മുതൽ 100 വരെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ 21 1കൾ എഴുതുന്നുണ്ട്. അത് ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതായിരുന്നു. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1കൾ 21, ബാക്കി എല്ലാ അക്കങ്ങളും ഡിജിറ്റ്സും 20 എണ്ണമാണ് വരിക. അപ്പോൾ 21 1 മുതൽ 100 വരെ ഉണ്ട്. പിന്നെ വരുന്നത് എന്താണ്? അപ്പോൾ 21 ഒന്നേ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻ നമുക്ക് നോക്കാം. 189, 191, 190, 192 എന്നൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾക്ക് തുടങ്ങിയാൽ, ഇപ്പോൾ 190 വെച്ചിട്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 190 വരെ ആണ് എങ്കിൽ 189 വെച്ചിട്ട് നോക്കാം. കറക്റ്റ് ആൻസർ വരാൻ വേണ്ടിയിട്ടാണ് 190 ഞാൻ എടുത്തത്. നിങ്ങൾക്ക് 189 വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ഇല്ലെങ്കിൽ 191. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 190 എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ 190 വരെയാണ് ഉള്ളത് എങ്കിൽ നമുക്ക് 101 മുതൽ, ശ്രദ്ധിക്കൂ, 101 മുതൽ 190 വരെ എഴുതുമ്പോൾ ഈ ആദ്യത്തെ 1കൾ എത്ര എണ്ണം ഉണ്ടാവും? 90 1കൾ ഉണ്ടാവുമല്ലോ. 90 1കൾ ഉണ്ടാവും. 90 1കൾ ഉണ്ടാവും. ഇനി നമുക്ക് വരുന്നത് നോക്കിക്കോളൂ. ഈ 100ൻ്റെ സ്ഥാനത്ത് 1 ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇടയ്ക്ക് വരുന്നത് കണ്ടോ, 10ൻ്റെ സ്ഥാനത്ത് നോക്കാം. നമുക്ക് 110 നമുക്ക് ആദ്യം 1ൻ്റെ സ്ഥാനത്ത് വരിക. അപ്പോൾ 110 മുതൽ 119 വരെ വരുമ്പോൾ എത്ര 1കൾ വരും? 10 1കൾ 10ൻ്റെ സ്ഥാനത്ത് വരും. 10ൻ്റെ സ്ഥാനത്ത് 10th പ്ലേസിൽ എത്ര 1 വരും? 10ൻ്റെ പ്ലേസിൽ മാത്രമാണ്. 1ൻ്റെ പ്ലേസിൽ ഞാൻ കൂട്ടിയിട്ടില്ല. 10ൻ്റെ പ്ലേസ് പറഞ്ഞാൽ ഇതാണ്. ഈ 110, 111, 112, 113 എന്ന് പറയുന്നതാണ് ഞാൻ എടുത്തത് കേട്ടോ. അതിൽ 111ൽ 10ൻ്റെ 1 എടുത്തിട്ടു, 1ൻ്റെ സ്ഥാനത്തുള്ള 1 എടുത്തിട്ടില്ല. അപ്പോൾ 0 മുതൽ 9 വരെ എത്തുന്നത് 10 ഉണ്ട്. അപ്പോൾ അവിടെ 10 1കൾ ഇവിടെ വരും. 10 1കൾ വരും. ഇനി നമുക്ക് വേണ്ടത് 1ൻ്റെ സ്ഥാനത്തുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ 101 മുതൽ 190 വരെ നമ്മൾ എഴുതുമ്പോൾ 1ൻ്റെ സ്ഥാനത്ത് വരുന്നത് നോക്കിക്കോ,
ഒന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഏതിലായിരിക്കും? 101 വരും അല്ലേ? 101 വരും. പിന്നെ ഇതിൽ വരും 111 വരും, 121 വരും. ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് മാത്രമാണ് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ. 121. അങ്ങനെ എത്ര വരും? 181 വരെ വരും. 191 വരില്ല, കാരണം 190 വരെയാണ് ഞാനിപ്പോൾ എടുത്തത്. 181 വരെയുള്ള 1 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിയാൽ എത്ര വരെയുണ്ട് നോക്കിയാൽ. അപ്പോൾ 0 മുതൽ 8 വരെ ഉള്ള 9 ഒന്നുകളുണ്ടാവും. അതായത് 101-ലെത്തെ 1, 111-ലെ 1, 121-ലെ 1. നോക്കിക്കോ, 121 ആകുമ്പോൾ 3 1 വന്നു. അപ്പോൾ 181 ആകുമ്പോൾ 9 1 വരും. അപ്പോഴങ്ങനെ വരുന്നു. ഒന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത് 9 ഒന്നുകൾ. അപ്പോൾ എല്ലാ ഒന്നുകളുമായി. അപ്പോൾ എല്ലാം കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും. എത്ര കിട്ടും? 21 ആദ്യമുള്ളത്, പിന്നെ 91, പിന്നെ നമുക്ക് കിട്ടുന്നത് 11, പിന്നെ കിട്ടുന്നത് 9. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 130 ഒന്നുകൾ കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 190 പേജുള്ള പുസ്തകമാണ്. ഓക്കെ, 189 ആവുമ്പം നിങ്ങൾക്ക് എന്ത് വരും? ഒരൊന്ന് കുറവ് വരും, അത്രയേ ഉള്ളൂ. 189 വരുന്ന സമയത്ത്. ഓക്കെ, കാരണം ആ 100ൻ്റെ സ്ഥാനത്തുള്ള 1 കുറയും. ഓക്കെ, ശരി. ഇനി 78ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. 78ാമത്തെ ചോദ്യം, x = 3 + √10 ആയാൽ x - 1/x എത്ര എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ x - 1/x എന്ന് പറയുമ്പോൾ 3 + √10 - 1/3 + √10 എന്ന് വരില്ലേ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇതിനെ ബൈ 1 എന്ന് നിങ്ങൾ ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 3 + √10 ഹോൾ സ്ക്വയർ മൈനസ് 1 × 1 ഡിവൈഡഡ് ബൈ 3 + √10 എന്ന് കിട്ടും. ഇതിനെ a + b ഹോൾ സ്ക്വയർ വരെ എക്സ്പാൻഡ് ചെയ്താൽ 9 + 10 + 6 √10 - 1 ബൈ 3 + √10 കിട്ടും. 3 + √10. അപ്പോൾ 9ഉം 10ഉം 19 1 പോയാൽ 18. അപ്പോൾ 18 + 6 √10 ബൈ 3 + √10. അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്ഥലത്തുനിന്ന് 6നെ കോമൺ പുറത്താക്കിയാൽ 3 + √10 ഡിവൈഡഡ് ബൈ 3 + √10 കിട്ടും. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 6 എന്ന് കിട്ടും. ഈ പ്രോപ്പർട്ടി ഈ a + b ഹോൾ സ്ക്വയർ 8ാം ക്ലാസ്സിലെ സൂത്രവാക്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടതാണ്. 79ാമത്തെ ചോദ്യം ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. 79, 3 പേരിൽ നിന്ന് 100 കിലോമീറ്റർ ഭാരമുള്ള ഒരാളെ മാറ്റി. അപ്പോൾ 100 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ മാറ്റിവെച്ചു. 100 കിലോഗ്രാം മാറ്റി മറ്റൊരാളെ ചേർത്തപ്പോൾ അവരുടെ ശരാശരി ഭാരം 4 കിലോഗ്രാം വർദ്ധിച്ചു. വീണ്ടും ഒരാളെ ചേർത്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആവറേജ് എത്രയാണോ അതിനേക്കാളും ആവറേജ് 4 വർദ്ധിച്ചു. ആവറേജ് 4 വർദ്ധിക്കുക എന്നർത്ഥം ആകെ ഉള്ളതിൽ 12 കിലോ വർദ്ധിക്കും. കറക്റ്റല്ലേ? കാരണം ആവറേജ് ഒരാൾക്ക് മാത്രമായിട്ട് ആവറേജ് ഇല്ലല്ലോ, എല്ലാവരുടെയും ആവറേജ് അല്ലേ. അപ്പോൾ ആവറേജ് 4 പറഞ്ഞാൽ അവിടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ 3 4 12 പേര് ആകെ 12 കിലോഗ്രാം ആകെ വർദ്ധിക്കും. അപ്പോൾ 12 കിലോഗ്രാം വർദ്ധിക്കുന്നത് നേരത്തെ ഉള്ളത് കൂടാതെയാണ്, എങ്കിൽ മാത്രമേ ആവറേജ് 4 വർദ്ധിക്കുള്ളൂ. അപ്പോൾ 100ഉം ആ അധികം വർദ്ധിച്ച 12ഉം, അപ്പോൾ എത്ര വരും? 112 കിലോഗ്രാം എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 80ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 80ാമത്തെ ചോദ്യം ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു സമപഞ്ചഭുജം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, റെഗുലർ പെൻറ്റഗണാണ്. പിന്നെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ ആ ഒരു മാർക്ക് ചെയ്ത ആംഗിൾ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചോദ്യമാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ
ഇവിടെ നിങ്ങൾക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഇവിടെ തന്നത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും ഇത് 60 ഡിഗ്രി ആണ് എന്ന് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് കിട്ടും 60 ഡിഗ്രി. അപ്പോൾ ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ 108 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ടോട്ടൽ 108 ആണ്. അതിൽ 60 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് പോയാൽ ബാക്കി വരുന്നത് 48 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത ആംഗിളിൽ വരുന്നത്. 48 ഡിഗ്രി. ഇത് 60 ആയില്ലേ, ബാക്കി 48 ഡിഗ്രി. ഓക്കെ. ഇനി 81ാമത്തെ ചോദ്യം, 66 സ്ക്വയർ എന്ന സംഖ്യയെ 13 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര? അപ്പോൾ നിങ്ങൾ 66ന് നിങ്ങൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 13 65, ശിഷ്ടം 1 കിട്ടും. അപ്പോൾ 66 സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടവും ഈ 1ൻ്റെ സ്ക്വയറിനെ 66 സ്ക്വയറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാൽ റിമൈൻഡറും 1 സ്ക്വയറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. 1 സ്ക്വയർ 1 ആണ്. 1നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് എത്രയാണ് കിട്ടുക? 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ആണ്. ഓപ്ഷൻ എ ആണ് വരിക. 82ാമത്തെ പ്രോബ്ലമാണ് അടുത്തത് പറയുന്നത്. ആ പ്രോബ്ലത്തിൽ നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെയാണ്. 82ാമത്തെ ചോദ്യത്തിൽ 6, 8, 10 വശങ്ങളുള്ള ത്രികോണത്തെ വലയം ചെയ്യുന്ന വൃത്തം. അപ്പോൾ 6, 8, 10 എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു 6, 8, 10. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഈ 6, 8, 10 എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണമാണ്. കാരണം 6ൻ്റെ സ്ക്വയറും 8ൻ്റെ സ്ക്വയറും കൂട്ടിയാൽ 10ൻ്റെ സ്ക്വയർ കിട്ടുന്നത് കൊണ്ട് മട്ടത്രികോണത്തിൻ്റെ ഈ അതിൽ മട്ടത്രികോണത്തിൻ്റെ പുറവൃത്തം എന്ന് പറഞ്ഞാൽ പുറത്ത് വരുന്ന വൃത്തം, സർക്കിൾ സർക്കിള്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റേത് വരിക ഹൈപ്പോട്ടന്യൂസ് ഡയമീറ്റർ ആയിട്ട് വരും. ഹൈപ്പോട്ടന്യൂസ് ഡയമീറ്റർ ആയിട്ട് വരുമ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസം നമുക്ക് കിട്ടും 10 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആരം നമുക്ക് കിട്ടൽ എത്രയായിരിക്കും? 10ൻ്റെ പകുതിയാണ്. അത് നമുക്ക് ഉത്തരം കിട്ടും 5. അതാണ് 82ൻ്റെ ഉത്തരം. 83ൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ A:B:C ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് അറിയേണ്ടത് 2ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM കണ്ടുപിടിക്കണം. ആ LCM നമ്മൾക്ക് കിട്ടുന്നത് 5ൻ്റെ 10ൽ 4 പോവില്ല. അപ്പോൾ 20 LCM വരിക. LCM 20. ഈ LCMത്തിനെ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. 2A/20 സമം 4B/20 സമം 5C/20. എല്ലാത്തിനും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 20ൽ 10 പോവും, 4 20ൽ 5, 5 20ൽ 4. അപ്പോൾ നമുക്ക് കിട്ടും A/10 സമം B/5 സമം C/4. അപ്പോൾ അതിൽ നിന്ന് A:B:C എഴുതാം. 10:5:4. A/നമ്പർ, B/നമ്പർ, C/നമ്പർ ആയാൽ റേഷ്യോ അവയുടെ ഡിനോമിനേറ്ററുകളുടെ റേഷ്യോ തന്നെ ആയിരിക്കും. അപ്പോൾ 10:5:4. 84ാമത്തെ ചോദ്യമാണ് അടുത്തത്. 84ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന 8, 12, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ട 5 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. 8, 12, 20ൻ്റെ LCM കാണണം. എന്നിട്ട് LCMത്തിൻ്റെ കൂടെ ആ റിമൈൻഡർ ശിഷ്ടം കൂട്ടുന്നതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ 8, 12, 20ൻ്റെ LCയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60ൽ 8 പോവില്ല, 120 അപ്പോൾ LCM വരിക. LCM വരുന്നത് 120 ലസാഗു. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 120ൻ്റെ കൂടെ ശിഷ്ടമായിട്ടുള്ള 5 കൂട്ടുക. അപ്പോൾ 125. ഓക്കെ. ഇനി 85ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 85ാമത്തെ ചോദ്യം പറയുന്നത് പരീക്ഷ പാസ്സാവാൻ ഒരു കുട്ടിക്ക് 40% മാർക്ക് വേണം. പക്ഷെ കുട്ടിക്ക് 30% സ്കോർ വാങ്ങിയപ്പോൾ 10 സ്കോറിന് തോറ്റു.
ഇപ്പോൾ 10 സ്കോറിന് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സ്കോർ കിട്ടിയിട്ടുണ്ട്. 10 സ്കോർ കിട്ടിയാൽ കുട്ടി ജയിക്കും. 10 സ്കോർ കിട്ടിയാൽ കുട്ടിക്ക് എത്ര മാർക്കാവും? 30 + 10 = 40 മാർക്കാവും. അപ്പോൾ 40 മാർക്ക് കിട്ടിയാൽ കുട്ടി ജയിക്കും. എത്ര ശതമാനമാണ് 40 എന്ന് പറയുന്നത്? 40% മാർക്കാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ ആകെ മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 100%, 100% ആണ്. അപ്പോൾ 100% നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു സിമ്പിൾ ചോദ്യമാണത്. അതായത് ചോദ്യം ഇങ്ങനെയാണ്: 30 മാർക്ക് കുട്ടിക്ക് കിട്ടി, 10 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കുട്ടി ജയിക്കും. അപ്പോൾ കുട്ടി ജയിക്കുന്നത് ഇപ്പോൾ എത്ര മാർക്കിനാണ്? 40 മാർക്കിന്. നമ്മൾക്ക് ആ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ജയിക്കണമെങ്കിൽ 40% മാർക്ക് വേണമെന്ന്. അപ്പോൾ 40% മാർക്ക് 40. അപ്പോൾ 100% അല്ലേ ടോട്ടൽ? അപ്പോൾ 100 മാർക്ക്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് കിട്ടും, സി കിട്ടും. 86ാമത്തെ ചോദ്യമാണ്. ഏത് ആണ് അഭാജ്യ സംഖ്യ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു നമ്പർ നമുക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടും 237 നമുക്ക് അഭാജ്യമല്ല എന്ന് കിട്ടും. കാരണം 2ഉം 3ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടും. 12നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 237 അതിൻ്റെ ആൻസറിൽ വരില്ല നമുക്ക് കിട്ടും. ഇനി 217 കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. 21ൽ 3 7 21, 7ൽ 7 പോകും. പിന്നെ നമ്മൾക്ക് വരുന്നത് ഏതാ? 227ഉം 221 ആണ് ഇവിടെയുള്ളത്. അപ്പോൾ 227 221 എന്ന് പറയുമ്പോൾ നമ്മൾ 221 നോക്ക് എങ്ങനെയാണ്? 2 3 5 7 11 13. ചുരുങ്ങിയത് ഇത്രയും പേര് നമ്പർ ഡീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. 2 ആവില്ല, 3ഉം ഞാൻ കൂട്ടിയിട്ടാവില്ല, 5 നോക്കണ്ട, 7ഉം നോക്കണ്ട, 11 ആവില്ല. 11 ആവണം, അപ്പുറം ഇപ്പുറം കൂട്ടിയാൽ നടുക്കത്തെ കിട്ടണം. 11 ആവില്ല, 13 നോക്കിയാൽ മതി. അപ്പോൾ 221 നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 13 13 91ൽ 7 13 91 7 13 91. അപ്പോൾ 221 നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതും അല്ല. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 227 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, 87ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 7/231 1ൻ്റെ സ്ഥാനത്ത് എത്ര വരുന്നതിലാണ്? അപ്പോൾ 231 നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് റിമൈൻഡർ, മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം നമുക്ക് കിട്ടുന്നത്, ശിഷ്ടം നമുക്ക് കിട്ടും 3 എന്ന് ശിഷ്ടം കിട്ടും. 3 ശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ 7/3ൻ്റെ 1ൻ്റെ സ്ഥാനത്ത് വരും നോക്കിയാൽ മതി. 7/3 പറഞ്ഞാൽ 343 അതിൻ്റെ 1ൻ്റെ സ്ഥാനത്ത് വരുന്നത് 3 അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 3 എന്ന് കിട്ടും. 88ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കടയുടമ കിലോയ്ക്ക് 20.4 രൂപ വിലയുള്ള ഗോതമ്പും 28.8 രൂപ വിലയുള്ള ഗോതമ്പും എത്ര അനുപാതത്തിൽ ചേർത്താലാണ് 1 കിലോയ്ക്ക് 25.2 രൂപ വിലയുള്ള ഗോതമ്പ് ലഭിക്കുക എന്നാണ് ചോദ്യം. ഇത് സ്കൂളിൽ രീതിയാണെങ്കിൽ X കിലോഗ്രാം ഗോതമ്പ് എടുക്കുക, Y കിലോഗ്രാം രണ്ടാമത്തെ ഗോതമ്പ് എടുക്കുക, എന്നിട്ട് X + Y കിലോഗ്രാം 25.2 ആക്കിയിട്ട് ചെയ്യുക. സ്കൂളിലത്തെ രീതി ഞാൻ ആദ്യം ചെയ്യുന്നില്ല, പറഞ്ഞു തരാം. അതായത് X കിലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ X × 20.4 പ്ലസ് Y × 28.8 എന്ന് പറയുന്നത് X + Y × എത്രയായിരിക്കണം? 25.2 ആവുന്ന രീതിയിൽ ചെയ്താൽ ഇതിനെ ചെയ്യുക. എന്നിട്ട് എക്സിനെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക, വൈനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അതിനല്ലാതെ ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ 20.4 ഇവിടെ എഴുതുക, പിന്നെ 28.8 ഇവിടെ എഴുതുക, മിക്സ് ചെയ്യുന്ന വില 25.2 എഴുതുക. ഈ 20.4 25.2ൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് അത് ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് 4.8 കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് 4 ഡിഫറൻസ് ആണ് ഇത്. ഈൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 3.6 = 4.8 ചെയ്താൽ മതി. 4.8 അതിൻ്റെ അർത്ഥം 36:48 ചെയ്താൽ മതി. 36:48 പറഞ്ഞാൽ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 3:4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ 3:4. ഇതാണ് അതിൻ്റെ എളുപ്പ വഴി. അല്ലാത്ത വഴി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: 20.4
4x പ്ലസ് 28.8y സമം ഇതിനെ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് ചെയ്താൽ 25.2x പ്ലസ് 25.2y. എന്നിട്ട് എക്സിനെ ഒരു ഭാഗത്തേക്ക് എടുക്കുക, വൈനെ ഒരു ഭാഗത്തേക്ക് എടുക്കുക, എന്നിട്ട് x/y കാണുക. അപ്പോഴും ഇതേ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 89ാമത്തെ ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 89ാമത്തെ ചോദ്യം. യെസ്, 89ാമത്തെ ചോദ്യം വളരെ ചെറിയൊരു ചോദ്യമാണ്. അത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞുതരാം. 89 എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു ത്രികോണം, ചെറിയ ത്രികോണമുണ്ട്. അതിൽ ഒരു ചെറിയ സമചതുരത്തിലാണുള്ളത്. അപ്പോൾ ആ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് 2 തന്നതുകൊണ്ട് തന്നെ ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് നിങ്ങൾക്ക് അതിൻ്റെ ഡബിളായിരിക്കും വരിക. അപ്പോൾ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ പരപ്പളവ് നമുക്ക് കിട്ടും 4. അപ്പോൾ ചെറിയതിൻ്റെ ഏരിയ പരപ്പളവ് 4 കിട്ടിക്കഴിഞ്ഞാൽ സൈഡ് നമുക്ക് കിട്ടും 2. ഓക്കെ, അപ്പോൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞതുമാതിരി സൈഡ് 2 വരുമ്പം അതിൻ്റെ ഡയഗണൽ വരൽ 2√2 ആണ്. അതായത് 2√2നെ ഡയഗണലിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സൈഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതെത്ര വരും? 2√2 ആണ് ഈ സൈഡ് വരിക. അപ്പോൾ വലിയ അതായത് ഇങ്ങനെ ചെരിച്ചിട്ടുള്ള വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് വരൽ എത്രയാണ്? 2√2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും വരൽ? 2√2 ഇൻറ്റു ഹോൾ സ്ക്വയർ, 2√2 ഹോൾ സ്ക്വയർ. അപ്പോൾ 4 ഇൻറ്റു 2 ഉത്തരം 8 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരിക, 8. ഇനി 90ാമത്തെ ചോദ്യത്തിലേക്ക് 8 എന്ന് പറയുന്ന ഓപ്ഷൻ സി, കറക്റ്റ്, 8 ഓപ്ഷൻ സി. ഇനി 90ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു ഷഡ്ഭുജം, ഒരു റെഗുലർ ഹെക്സഗൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള റെഗുലർ ഹെക്സഗൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിളും തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഏരിയ, ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പരപ്പളവ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 ഇക്വിലാട്രൽ ട്രയാങ്കിളുകൾ ചേർന്നതാണ്, 6 സമഭുജ ത്രികോണം ചേർന്നതാണ്. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടൽ, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടൽ 6 ആയിരിക്കും. അപ്പോൾ ചോദ്യം ഈ പുറത്തേക്കുള്ള ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ്. നോക്കുക, ഒരു ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾ വരൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പുറത്തെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലത്തെ ആംഗിൾ വരൽ 60 ഡിഗ്രി. ഇപ്പുറത്തെ ഇത് 120 വരുമ്പോൾ ഈ ആംഗിൾ വരൽ 60 ഡിഗ്രി. അപ്പോൾ എന്താ, ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ടാംഗിളും 60 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 60. അപ്പോൾ ഇതൊരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ഏരിയ കിട്ടിയത് എത്രയാണ്? 6. അതേ സൈഡ് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഏരിയ പരപ്പളവ് എത്ര തന്നെ ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. 36ൻ്റെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 ഉണ്ടല്ലോ, ഇതിൻ്റെ അതേ ഏരിയ ആയിരിക്കും ഇതിനും ഉണ്ടാവുക. കാരണം അതിൻ്റെ സൈഡും ഇതിൻ്റെ സൈഡും ഒരേപോലെ ആണ്. അപ്പോൾ ആൻസർ 6 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അതിൻ്റെ 90ാമത്തെ ഉത്തരം വരിക. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പല കാര്യങ്ങളും പുതുമയുള്ളതായിട്ട് കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും. NMMS എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ട പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. എങ്കിൽ ഈ കുറച്ച് കൊല്ലത്തിനിടയിൽ വന്നിട്ട് ഏറ്റവും ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വന്നത് എന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.